13 വയസ്സുകാരി ഇങ്ങനത്തെ ഒരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാനൊക്കെ നമ്മളെ ഒരു സൊസൈറ്റി അത്ര നമ്മൾ പെട്ടെന്ന് ഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഈ കുട്ടി അങ്ങനെ ഒരു ചിന്തയിലേക്കൊക്കെ പോകാൻ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്താണ് മനസ്സിലാകുന്നത്? സിനിമയുടെ സ്വാധീനമാണോ അല്ലെങ്കിൽ റീൽസ് സ്വാധീനമാണോ? അങ്ങനെ എന്തെങ്കിലും ആംഗിൾ അതിലുണ്ടോ? ഇല്ല, അതൊക്കെ നമ്മൾ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. പക്ഷെ കുട്ടിക്കൊരു ഫാമിലിയിലുള്ളൊരു ചെറിയ ഇഷ്യൂസ് അവിടെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ട്. നമ്മൾ കൂടുതൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ട് കുട്ടിക്ക് എങ്ങനെ ഇല്ല, അങ്ങനത്തെ ഒരു ഇത് ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല, പക്ഷെ കുട്ടി മുമ്പ് മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്രേ ഉള്ളൂ. അതെ, അത് അഡൾട്ടായിട്ട് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ലീഗൽ ഓപ്ഷൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഇപ്പോൾ ആസ് ഓഫ് നോ അതെ, നമ്മളിനി ജെ.ജെ.ബിയുടെ മുമ്പിലാകെ അപ്രഹെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്രഹെൻഡ് ചെയ്തിട്ട് അത് ഹാജരാക്കുന്നത്. അതിൽ 2 പേര് ഇപ്പോൾ +1 +2 പഠിക്കുകയാണ് കൊല്ലത്ത് തന്നെ. ഒരാൾ +1 ശേഷം പഠനം നിർത്തിയതാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയിൽ ഏകദേശം അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതൊക്കെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ആസ് ഓഫ് നോ നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അത് എല്ലാ ആസ്പെക്റ്റിലും നമ്മളിനി തുടരന്വേഷണം ഉണ്ടാവും. ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ എവിഡൻസും മറ്റ് എവിഡൻസുകളൊക്കെ നമുക്ക് ഇതിൽ ഓൾറെഡി തന്നെ ഒരുപാട് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. ആവശ്യത്തിനുള്ള എവിഡൻസുകളും നമ്മൾ കളക്ട് ചെയ്ത് വരുന്നുണ്ട്. എല്ലാ എവിഡൻസിലും കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് സ്മോദറിംഗ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു സ്വർണം അവിടെ ഒരു സ്ഥലത്ത് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പൈസ എടുക്കണം എന്നുള്ളൊരു ആംഗിള് ഓൾറെഡി ഇവരുടെ സംഭാഷണങ്ങളിൽ വന്നായിട്ടാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടാവുമോ ആ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്ലാനിങ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ചു വന്നിട്ടാണ് ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഏത്? അത് ചെറിയൊരു റിംഗ് അല്ലേ വെച്ചത്? 16,000 രൂപ. ഏതാ? പണയം വെച്ചാൽ വിൽക്കുകയാണ് ഇത്. ഇവിടെ കൊടുക്കുക. അവിടെ കൊല്ലത്ത് തന്നെയുള്ളൊരു ജ്വല്ലറിയാണ് അത് കൊടുത്തിട്ട് 16,000 രൂപയാണ് അവർക്ക് കിട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, പാരലായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ നടക്കുന്നുണ്ടായിരുന്നു. മറ്റ് സുഹൃത്തുക്കളെയും മറ്റൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് അന്വേഷണം പോയത്. പിന്നെ ഈ വെന്റിലേഷൻ കണ്ടാൽ മനസ്സിലാവും, അത് വളരെ തിന്നായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അതിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ സ്ഥലം പരിശോധിച്ചപ്പോൾ ഏകദേശം എൻട്രി എക്സിറ്റ് ആ പോയിന്റ് വഴി തന്നെയാണെന്ന് പോലീസ് ആ സംഭവ സ്ഥലം ആസ്പെറ്റോസ് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ മുളക് പൊടിയുടെ കുറച്ച് അംശങ്ങൾ അവിടെ വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് അപ്പോൾ മനസ്സിലായത്. അപ്പം അതിൽ കൂടെ കയറാൻ എന്തായാലും വളരെ തിന്നായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പരവറുള്ളവരാണ്. ഇല്ല, നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അറിയണ്ടോ? ആദ്യമൊക്കെ ഇത് കുട്ടി തന്നെയാണ് ആദ്യം വിളിച്ചിട്ട് ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറയുന്നത്. കാണുവാനില്ല, വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുന്നതും ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തതൊക്കെ കുട്ടി തന്നെയാണ്. അപ്പം ആദ്യത്തെ ചോദ്യം ചെയ്യലൊക്കെ വന്ന് പരിശോധിച്ചു, ആരും ഉണ്ടായില്ല, അതുകൊണ്ട് തിരിച്ചുപോയി. ആ രീതിയിലുള്ള മറുപടികളാണ് ഉണ്ടായത്. പിന്നെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മൾ ഇൻട്രോഗേഷൻ നമ്മൾ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റ് എവിഡൻസ് കൂടെ പോലീസിന് കൃത്യമായിട്ട് കിട്ടി. അതിനുശേഷം പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്. അല്ല, നമ്മൾ അപ്രഹെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ജുവനൈൽസ് ആയതുകൊണ്ട്.
നമ്മൾക്ക് നിയമപ്രകാരമുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഇല്ല, ഇതുവരെയുള്ള അന്വേഷണം ഒരു ഈ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അയാളുടെ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ റിക്കവർ ചെയ്യുന്നതും മറ്റുമൊക്കെ. പണയം വെക്കാനൊക്കെ സഹായിച്ചു. അയാൾക്ക് ഇതിനെപ്പറ്റി നേരിട്ടുള്ള അറിവുകളായിട്ട് മനസ്സിലായില്ല. അത് ഫർദർ അന്വേഷണം നടത്തി അതിൽ കൂടുതൽ അന്വേഷണം നടത്തണം. മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇല്ല, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. ഈ ഞാൻ ആകെ മനസ്സിലായത് ഈ മുളക് പൊടി വിതറുന്ന കാര്യം അവർ സിനിമകളൊക്കെ കണ്ട് അങ്ങനെ ഒരു ബോധ്യം എന്തോ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണ വന്നതാണ്. അങ്ങനെ ചെയ്താൽ പോലീസിനെ കബളിപ്പിക്കാന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് മുളക് പൊടിയൊക്കെ വിതറിയിട്ട് പോയത്. അപ്പോൾ പ്രഥമദൃഷ്ടിയെ കാണുമ്പോൾ ഇതൊരു റോബറിക്കാരോ കയറിയിട്ട് ചെയ്തു പോയാൽ തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കാം. മുറികളുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഫ്രണ്ട് ലോബിലും ഒക്കെ ആയിട്ട് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. പരിക്കലുണ്ട്, പരിക്കലേറ്റിട്ടുണ്ട്.